Alhamdulillah Rabbil Alameen. As-salatu was-salamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, മറ്റു സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും അനിവാര്യമായ ഒന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ ഓരോ പൗരനും വേണ്ടതുമാണ് സ്വാതന്ത്ര്യം. അങ്ങനെ സ്വാതന്ത്ര്യമാണ് 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് നമ്മുടെ പൂർവികരായ ആളുകൾ നേടിത്തന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് വെറും ഒരു ദിവസത്തിൻ്റെ ആഘോഷമല്ല. ജനഗണമന പാടിയത് കൊണ്ടോ, ദേശീയ പതാക ഉയർത്തിയത് കൊണ്ടോ, മധുരം വിതരണം ചെയ്തത് കൊണ്ടോ മാത്രം സ്വാതന്ത്ര്യ ദിനം പരിപൂർണമാകുന്നില്ല. ഒരു ജനതയുടെ തങ്ങളുടെ മോചനത്തിനുള്ള പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതിഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ജനത മുഴുവനായിട്ട് തങ്ങളുടെ രക്തവും സമ്പത്തും സമ്പാദ്യവും തങ്ങളുടെ കുടുംബവും, എന്തിനേറെ പറയണം, തങ്ങളുടെ ജീവൻ പോലും ത്യാഗം ചെയ്ത് നേടുത്തുന്നതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ ദിനത്തിൽ നാം പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്വാതന്ത്ര്യം എവിടെ നിന്ന് ലഭിച്ചു, എങ്ങനെ ലഭിച്ചു, ആര് നേടിത്തന്നു, എന്തിനു വേണ്ടി നേടിത്തന്നു എന്ന് നോക്കണം. ബ്രിട്ടീഷുകാരന്റെ വെള്ളപ്പട്ടാളക്കാരൻ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ, സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്തപ്പോൾ, തങ്ങളുടെ വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി, പിൻഗാമികൾക്ക് വേണ്ടി താങ്കൾക്ക് ലഭിക്കാതിരുന്ന ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന ഉറച്ചൊരു ബുദ്ധിയുടെ പേരിൽ മാത്രം അവർ കഷ്ടപ്പെട്ട് നേടുത്തുന്നതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം എന്താണ്? വിദേശ ഭരണത്തിന്റെ കയ്യിൽ നിന്നും കരങ്ങളിൽ നിന്നും ഇന്ത്യ മോചിതമായി എന്നത് കൊണ്ട് മാത്രം സ്വാതന്ത്ര്യ ദിനം പരിപൂർണമാകുന്നില്ല. ആ രാജ്യത്ത് ജീവിക്കുന്ന അഥവാ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പേടിയാണെങ്കിൽ, ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും പേരിൽ തന്നെ വേട്ടയാടുകയാണെങ്കിൽ, തെരുവോരങ്ങളിൽ തന്നെ തല്ലിക്കൊല്ലുകയാണെങ്കിൽ, ചതച്ചരയ്ക്കുകയാണെങ്കിൽ, ചവിട്ടി മതിക്കുകയാണെങ്കിൽ, തനിക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസം തനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ രാജ്യത്ത് പൗരന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് നിരവധി തലങ്ങളുണ്ട്. ഇപ്പറഞ്ഞ ചോദ്യങ്ങളെ ആശ്രയിച്ചാണ് സ്വാതന്ത്ര്യം എന്നത് സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യന്റെയോ ഒരു വിഭാഗത്തിന്റെയോ ഒരു മതത്തിന്റെയോ മാത്രം പോരാട്ടമല്ല. നാം ഇന്ന് പേര് കേൾക്കപ്പെട്ട ധാരാളം നേതാക്കന്മാരുടെ മാത്രവുമല്ല, മറിച്ച് തൊഴിലാളിയുടെയും കർഷകന്റെയും വിദ്യാർത്ഥിയുടെയും ഉദ്യോഗസ്ഥന്റെയും സാധാരണക്കാരായ ആളുകളുടെയും പാവങ്ങളായ ആളുകളുടെയും ത്യാഗങ്ങളുടെയും പ്രവർത്തനത്തിന്റെയും പ്രതിഷേധത്തിന്റെയും സമരത്തിന്റെയും വിപ്ലവത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വൈദേശിക ഭരണത്തിൽ അഥവാ ബ്രിട്ടീഷുകാരന്റെ ഭരണത്തിൽ ഇന്ത്യക്ക് ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യം. പക്ഷേ നാം ഇന്ന് പറയും ബ്രിട്ടീഷുകാർ വന്നത് കൊണ്ട് ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടായെന്ന്. നാം ഒന്ന് ചിന്തിക്കണം. ഈ കാണുന്ന തപാൽ സമ്പ്രദായവും വിദ്യാഭ്യാസ സമ്പ്രദായവും ഈ റെയിൽവേ പോലുള്ള സംഭവങ്ങളും ഇന്ത്യയിലേക്ക് അവർ എന്തിനു വേണ്ടി കൊണ്ടുവന്നു? തപാൽ സമ്പ്രദായം കൊണ്ടുവന്നു. വെള്ളക്കാരൻ അടുത്ത വെള്ളക്കാരനുമായിട്ട് ഒരു രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടണമെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയായിട്ടാണ് അവർ തപാൽ സമ്പ്രദായത്തെ കൊണ്ടുവന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ധാരാളം പുരോഗതികൾ വരുത്തി. എന്തിനു വേണ്ടി വരുത്തി? അവരുടെ ബ്രിട്ടീഷുകാരന്റെ വെള്ളക്കാരന്റെ തത്വവും നിയമവും ശാസ്ത്രവും പഠിച്ച് ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന, ഇന്ത്യയിൽ പിറന്നു വീഴുന്ന ഓരോ പിഞ്ചു കുഞ്ഞും വളർന്നു വരുമ്പോൾ
തങ്ങളുടെ അവസ്ഥയിലേക്ക് താൻ സ്വപ്നം കാണുന്ന, ബ്രിട്ടീഷുകാരൻ സ്വപ്നം കാണുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ഓരോ കുഞ്ഞും വളർന്നു വരണമെന്നും അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന, അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ഒറ്റ ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ധാരാളം പ്രതിഷേധങ്ങളും പ്രതിസന്ധികളുമായി ഇന്ത്യ രാജ്യം മുന്നേറുമ്പോൾ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും മൂല്യമുള്ളതായ ധാരാളം വസ്തുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങളും നീലവും പോലുള്ള വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കുറഞ്ഞ വിലയിൽ കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കുറഞ്ഞ വിലയിൽ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ കൊണ്ടുവന്ന് കുറഞ്ഞ രീതിയിൽ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം മൂലം ഇന്ത്യയുടെ പരമ്പരാഗതമായി ഇന്ത്യയിൽ നിലനിന്ന് വന്നിരുന്ന കൈത്തറിയും അങ്ങനെയുള്ള സാധാരണക്കാരന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന കച്ചവടങ്ങളും തരിപ്പണമായി പോവുകയായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ കർഷകന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് പറയാതിരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കാരണം താൻ ചെയ്യുന്ന കൃഷിയിൽ നിന്നും, താൻ എന്നും കാണുന്ന ധാന്യങ്ങളിൽ നിന്നും ഒരണ്ണുമണി പോലും തന്റെ അണ്ണാക്കിലേക്ക് കടത്തിവിടാൻ സമ്മതിക്കാതെ വെള്ളക്കാരൻ ഓരോ കർഷകരെയും ഇട്ട് വെള്ളം കണിയിക്കുകയായിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയും മൂലം മരിച്ചു പോകുമ്പോൾ ഇന്ത്യയുടെ ഓരോ തെരുവോരങ്ങളിലും സാധാരണക്കാരായ ആളുകൾ പട്ടിണി മൂലം മരിച്ചു വീഴുകയായിരുന്നു. ഇങ്ങനെ പ്രതിസന്ധികൾ നടക്കുമ്പോഴാണ് ധാരാളം നേതാക്കന്മാർ ഉണ്ടായി വരുന്നതും ഇന്ത്യൻ ജനതയുടെ മനസ്സുകളിലേക്ക് തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും, ആരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, തങ്ങൾ ജനിച്ച വീണ മണ്ണിൽ തങ്ങൾക്ക് അവകാശമില്ലാതെ തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ വെള്ളക്കാരൻ തട്ടിയെടുക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്നും തങ്ങൾക്ക് വേണ്ട സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സാധാരണക്കാരായ ആളുകൾ മുന്നോട്ട് വരികയാണ്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും, നാനാ ദിക്കുകളിൽ നിന്നും, വ്യത്യസ്ത മതത്തിൽ നിന്നും, വ്യത്യസ്ത മേഖലകളിൽ നിന്നും, വ്യത്യസ്ത ഭാഷാ രീതിയിൽ നിന്നും എല്ലാവരും ഐക്യത്തോടെ ഒന്നിച്ചു ചേർന്നിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സമരത്തിനായി മുന്നേറുകയാണ്. അപ്പോഴാണ് നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിരുന്ന ഒരു ഭാഗമായി കേരളം മാറുന്നത്. അവിടെ ഉതിർത്തു വന്ന ധാരാളം സമര നേതാക്കളാണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാറും ചിമ്പ്രശ്ശേരി തങ്ങളെ പോലുള്ള ധാരാളം നേതാക്കന്മാർ ഉതിർന്നു വരികയാണ്. പക്ഷേ അവരെയെല്ലാം വിലങ്ങണിയിക്കാനായിട്ട് വെള്ളക്കാരൻ തന്റെ സൈനിക സന്നാഹങ്ങളുമായി ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെല്ലാം എതിരെ ശക്തിയായി നിലകൊണ്ട് ഇന്ത്യയിലെ ഓരോ പൗരനും തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. ശാരീരികമായി ഇന്ത്യ ജനതയെ തളർത്തി ബ്രിട്ടീഷുകാരന് മാനസികമായി ഇന്ത്യയിലെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും തളർത്താൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ മാനസികമായി തളർത്താനായിട്ട് വെള്ളപ്പട്ടാളക്കാരൻ ചെയ്തൊരു സൂത്രം എന്തെന്ന് പറഞ്ഞാൽ, ഈ ചരക്ക് വണ്ടിയുടെ ഒരു ബോഗിയിലേക്ക് 1921 നവംബറിൽ ധാരാളം സാധാരണക്കാരായ തടവുകാരായ ആളുകളെ ഒരു ബോഗിയിലേക്ക് കുത്തിനരിച്ചു കയറ്റിയിട്ട് അമ്മയെന്നോ കുഞ്ഞെന്നോ വേർതിരിവില്ലാതെ, വൃദ്ധനെന്നോ ശിശുവെന്നോ പരിഗണിക്കാതെ ആ ബോഗിയിലേക്ക് കുത്തിനിറച്ച് വിഷവാതകങ്ങൾ നിറച്ച് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരായ ജനങ്ങളെയും ശ്വാസം മുട്ടിച്ച് ഞെരുക്കിക്കൊള്ളുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അങ്ങനെയാണ് അലി സഹോദരന്മാരായ മുഹമ്മദ് അലി ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള ധാരാളം മതപണ്ഡിതരായ നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും അവരെ ഐക്യത്തോടെ ചേർത്ത് നിർത്തണമെന്നും അതുകൊണ്ട് മാത്രമേ താൻ സ്വപ്നം കാണുന്ന ഇന്ത്യയെ നേടിയെടുക്കാൻ കഴിയൂ എന്നുമുള്ള വാത്സല്യ ബുദ്ധിയോടുകൂടി അവർ പരിശ്രമിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് പറയാതിരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഹിന്ദു മുസൽമാൻ ഐക്യത്തെ ശക്തിയായി രൂപപ്പെടുത്തിയ മൗലാന അബുൽ കലാം ആസാദിനെ പോലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളുമായി നടന്ന അലി സഹോദരന്മാരെ പോലെ ഇന്ത്യയുടെ കേരളത്തിന്റെ സമരത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെയുള്ള ധാരാളം മതപണ്ഡിതരായ നേതാക്കന്മാർ കേരളത്തിൽ തന്നെ ധാരാളം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം പ്രതിഷേധങ്ങൾക്കും പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടിനും ദുരിതത്തിനും ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യമാവുകയാണ്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ത്യ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നത്തിലൊന്നാണ് രാജ്യവിഭജനം എന്ന് പറയുന്നത്. തങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് ഒരു സമൂഹത്തിന്റെ ഇടയിൽ വന്ന ചർച്ച മൂലം
പാകിസ്ഥാൻ, ഇന്ത്യ എന്ന രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നു. അതുമൂലം ധാരാളം അഭയാർത്ഥികളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ധാരാളം പേർ പട്ടിണി കിടന്ന് തെരുവോരങ്ങളിൽ കിടന്ന് മരിക്കപ്പെടുന്നു. ധാരാളം പേർ പരസ്പരം ഇന്ത്യയിലെ ആളുകൾ തന്നെ കല്ലെറിഞ്ഞ് തങ്ങളെ കൊന്നുകളയുന്ന ഒരവസ്ഥയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായത്. അതിനേക്കാൾ വേദനയേറിയ ഒരു സംഭവമാണ് ഇന്ത്യയിലെ ശരാശരി ആയുസ്, ഒരു പൗരന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് വെറും 30-32 വയസ്സ് മാത്രമായി ചുരുങ്ങി. കാരണം അത്രത്തോളം കഷ്ടപ്പാടുകളാണ്, അത്രത്തോളം പ്രയാസങ്ങളാണ് ബ്രിട്ടീഷുകാരൻ, വെള്ളപ്പട്ടാളക്കാരൻ ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും അനുഭവിപ്പിച്ചത്. അങ്ങനെ ഇന്ന് ഈ ലോക രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യമുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ കാര്യം. അങ്ങനെ ഇന്ത്യ സമാധാനത്തോടെ പോകാൻ നിൽക്കുമ്പോൾ അവിടെ വർഗീയതയുടെയും കൂട്ടക്കൊലകളുടെയും കെട്ടഴിച്ചു വിട്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന RSSന്റെ ഫാഷിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിലെ ജനങ്ങളുടെ ഓരോ മനസ്സിലും മസ്തിഷ്കത്തിലും വർഗീയ ബോധം കുത്തിത്തിരികെ കയറ്റുകയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന RSSന്റെ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം വർഗീയ കലാപങ്ങൾ ഇന്ത്യയിലേക്ക് അഴിച്ചുവിടുകയാണ്. ഇന്ത്യയിലേക്ക് അഴിച്ചുവിട്ടിട്ട് മുസൽമാനെയും ഹൈന്ദവനെയും വേർതിരിക്കുകയും, ക്രൈസ്തവനെയും ഹൈന്ദവനെയും വേർതിരിക്കുകയും, മുസൽമാനെയും ക്രിസ്ത്യാനിയെയും വേർതിരിക്കുകയും, അങ്ങനെ തുടങ്ങുന്ന വിവിധ മതങ്ങൾക്കിടയിൽ ഒരു ശത്രുത ഉണ്ടാക്കിയെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ അവർ സ്വപ്നം കാണുന്ന, RSSകാർ സ്വപ്നം കാണുന്ന ഹിന്ദുത്വ രാഷ്ട്രം വാർത്തെടുക്കാനാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ധാരാളം കലാപങ്ങളാണ് അവർ നടത്തുന്നത്. സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ വീടുകളും മസ്ജിദുകളും മദ്രസകളും പൊള്ളിച്ചടുക്കി അവരെ അഭയാർത്ഥികളായിട്ട് നാട് കടത്തുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രം ഭരിക്കുന്ന രാഷ്ട്ര തമ്പുരാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ തകർത്താൻ ശ്രമിച്ചാലും തളർത്താൻ ശ്രമിച്ചാലും ഒറ്റൊരുത്തനെയും ഈ രാജ്യത്ത് നിന്ന് മാറ്റിയൊട്ടിക്കാൻ കഴിയുകയില്ലെന്ന് ഈ വേദിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അടുത്ത് നാം കണ്ടതുപോലെ CJP എന്നൊരു പ്രസ്ഥാനം രൂപം കൊണ്ടു. എന്തിനു വേണ്ടി? തങ്ങൾക്ക് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി, തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയവർ അല്ല, അവർ യാചിക്കുകയായിരുന്നു. തെരുവോരങ്ങളിൽ കിടന്ന് യാചിക്കുകയായിരുന്നു. എന്നിട്ട് രാഷ്ട്രം ഭരിക്കുന്നവർ എന്താണ് ചെയ്തത്? ഈ ഫാഷിസ്റ്റ് ഭരണകൂടം എന്താണ് ചെയ്തത്? തെരുവ് നായ്ക്കളെ പോലെ ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ഓരോ പോലീസുകാരനെ വിട്ട് ഗുണ്ടാ പോലീസുകാരെ നിയമിച്ചിട്ട് സാധാരണക്കാരായ 16, 17, 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ നീതിക്ക് വേണ്ടി പോരാടിയവരെ അടിച്ചമർത്തുകയായിരുന്നു അന്നവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രത്തോളം പ്രയാസകരമായിട്ട് ഇന്ത്യയെ വർഗീയത കൊണ്ട് നിറയ്ക്കാൻ RSSകാർ കഷ്ടപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് എന്നൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവന്നത് എക്കാലത്തും ആ സമൂഹത്തിലെ, ആ രാജ്യത്തിന്റെ യൂത്താണ്, യങ്ങാണ്, ചെറുപ്പക്കാരായ ആളുകളാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഈ 80ാം വാർഷികം ആഘോഷിക്കാനിരിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമാണോ? അതുകൊണ്ട് അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി നാം പുറപ്പെടേണ്ടതുണ്ട്. എത്രയൊക്കെ ഷഹീദുകൾ ഉണ്ടായാലും അത് ഇന്ത്യയുടെ നല്ലതിനു വേണ്ടിയാണ് എന്ന് മാത്രം നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ മൂല്യവും നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.